ഇവിടെയുള്ളവർ മണ്ടന്മാര് എന്തെന്നറിയാ, രാവിലെ അയച്ച് വള്ളവും കൊണ്ട് മറ്റേ പങ്കായം കൊണ്ട് മീൻ പിടിക്കാനും വല പിടിക്കാനും ഒക്കെ പോകും. ഡേയ്, ഈ ലോകത്തുള്ള ആരെയും തരം താഴ്ത്താൻ നീ നിക്കരുത്. എടാ, അവരുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പ്രളയ സമയത്തും ഈ പ്രളയ സമയത്തും നമ്മൾ ജീവനോടെ ഉള്ളത്. വെള്ളത്തിൽ മുങ്ങിപ്പോവാതെ സംരക്ഷിക്കുന്ന അവരുള്ളത് കൊണ്ടാണ്. നീ പറഞ്ഞ ശരിയാണ് കേട്ടാ. നീ ഇത് എന്തിനാണ് പറഞ്ഞത്? 2012 പ്രളയം തന്നെ ഓർമ്മ ഉണ്ടാവും. എത്ര പേര് മരിക്കേണ്ട സ്ഥാനത്ത് അവർ എത്ര പേര് രക്ഷിച്ച്. എടാ, അത് സർക്കാർ നമ്മളറിയാതെ പൈസ കൊടുത്താളിയാ. ഈ കാര്യം പറയാതെ സർക്കാർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളൂ, അവരെ കടമയാണ്. പക്ഷെ നമ്മളെ പോലെ സാധാ മനുഷ്യരാണ് ഈ കടൽ പണിക്ക് പോകുന്ന ആൾക്കാർ. നീ തിങ്ക് ചെയ്ത് നോക്ക്. എന്നിട്ട് അവരെ ജീവൻ പണയം വെച്ച് നമ്മളെ രക്ഷിക്കാണ്ട് അവർക്ക് എന്തൊരു ആവശ്യമുണ്ട്? അവർക്ക് അവരെ കുടുംബം നോക്കി വീട്ടിൽ ഇരുന്നാ പോരെ. ഞാനൊരു കാര്യം പറയട്ടെ. ഓ ശരി, ഇത് കേക്കണം. എടേ, പൈസ കൊടുക്കാതെ ഇത്ര ആത്മാർത്ഥതയായിട്ട് ഒരാളും പണിയെടുക്കൂല. അന്ന് നീ കണ്ടല്ല പ്രളയ സമയമാര് ഈ വള്ളം എടുത്തോണ്ട് റോഡിൽ കൂടെ ഇറങ്ങി ആളെ രക്ഷിക്കും. ഓക്കെ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം, നീ ഒരു മനുഷ്യനല്ല. മനുഷ്യനൊരു ക്യാരക്ടർ നിനക്കില്ല. ഒരു മൃഗത്തിന് ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത ആ പട്ടി നമ്മളെ കൂടെ മനസ്സിലായ എല്ലാം പോട്ടെ. നീ വെൽഡിങ് പണിക്ക് പോണ്. അങ്ങനെ നിനക്ക് 2500 അത്യാവശ്യം തരുമോ? തന്നല്ല 6 മണിക്കാണ് 2 മണിക്ക് നീ ഇറങ്ങും. 2 ഷീറ്റ് എടുത്ത് വെച്ച് 2 സ്ക്രൂ ഇട്ട് അങ്ങേർക്ക് കാണിച്ചു കൊടുക്കും. 1500 രൂപ വാങ്ങിച്ചോണ്ട് വരും. ഇവിടെ നിനക്ക് പൈസ ആത്മാർത്ഥം നീ കാണിക്കണില്ല. അത് വെച്ച് നോക്കിയാ അവന്മാര് പൈസ കൊടുത്ത് ചെയ്തെങ്കിൽ വരെ പൈസ കൊടുത്ത് അല്ല ചെയ്തത്. സർക്കാർ ഇറങ്ങാൻ മടിച്ച് ഇവർക്ക് ആ കഴിവുള്ളത് കൊണ്ടും അതുകൊണ്ടൊക്കെ സർക്കാർ പൈസ ഇറക്കി. അങ്ങനെയാണ് ഇവർ ഇറങ്ങിയത്. അല്ലാതെ മനുഷ്യത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നല്ലേ ഈ കടലിൽ പണിക്കണം. നിനക്കൊരു 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു നീ നിന്റെ ജീവൻ കളഞ്ഞു പോയി ജോലി ചെയ്യുവോ? പോട്ട്, നീ ജോലി ചെയ്യൂല. എനിക്ക് അത്ര അറിഞ്ഞാൽ നിനക്കൊരു കൊച്ചുണ്ട്, ഒരു പെണ്ടാട്ടിയുണ്ട്. ഒരു മാസം കഴിഞ്ഞ കല്യാണം നീ ഇറങ്ങുവോ? ഇല്ലേ? മനുഷ്യനായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ പഠിക്കു ബ്രോ. അജേഷ്, മനുഷ്യത്വം പറഞ്ഞെങ്കിൽ അതിന് ഒരു മനുഷ്യനായിരിക്കണോടാ. എടാ, നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുന്ന നായക്കുണ്ടാ ഇതിനെക്കാട്ടി നമ്മളെടുത്ത മനുഷ്യത്വം. അടിച്ചാ പോലും വാലാട്ടി കൂടെ വരുവടാ. മരിക്കാൻ പോണ ഒരുത്തൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. അപ്പൊ അവന് ജാതി മതം ഒന്നുമില്ല. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർമ്മിച്ചോ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം.